എന്നിട്ട് എന്താ ഉണ്ടായി? കുട്ടിക്ക് പഠിപ്പ് നിർത്തേണ്ടി വന്നല്ലോ. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കുട്ടിക്ക് പഠിപ്പ് നിർത്തേണ്ടി വന്നു. അതല്ലേ വസ്തുത. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രസ്താവന മാതൃകാപരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കോൺഗ്രസ് അവിടെ പോയി പ്രശ്നം പരിഹരിക്കാൻ നോക്കി, പരിഹരിച്ചില്ല. അതാണ് ഉണ്ടായത്. അതിനെ പ്രശ്നം പരിഹരിക്കാൻ നോക്കിയത് നമുക്കൊരു കുറ്റമായി കാണാൻ കഴിയില്ലല്ലോ. ആത്യന്തികമായി അവിടെ വർഗീയ സാഹചര്യം കരുതിക്കൂട്ടി ഉണ്ടാക്കാൻ നോക്കുന്നവരാണ് ഇതിൻ്റെ പുറകിൽ. അല്ല, പ്രധാന രാഷ്ട്രീയ പാർട്ടികളെ അങ്ങ് മാറ്റി നിർത്തി ചില ശക്തികൾ, അവരാണ് ഈ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പുറകിലുള്ളതും അതുപോലെ തന്നെ ഇതിന് എതിരെ പ്രവർത്തിക്കുന്ന രംഗം വഷളാക്കാൻ നോക്കുന്നവരും എന്നുള്ള ആരോപണമുണ്ട്. അതുകൊണ്ടാണ് ലീഗിനെ പോലെയുള്ള പാർട്ടികളൊക്കെ ഒന്ന് സംയമനം പാലിച്ച് അത് നിരീക്ഷിച്ചത്. പക്ഷെ ആത്യന്തികമായി നോക്കിയാൽ കുട്ടികളെ പഠിപ്പ് നിർത്തേണ്ടി വന്നു കേരളത്തിൽ. അതിന് ഉത്തരവാദിത്വം ഗവൺമെൻറ്റിന് ഉണ്ടല്ലോ. വിദ്യാഭ്യാസ മന്ത്രി വ്യക്തിപരമായി എടുത്ത സമീപനം നമുക്ക് മനസ്സിലായി. പക്ഷെ അതുകൊണ്ട് റിസൾട്ട് ഉണ്ടായില്ലല്ലോ. ഏത്? അല്ല, അത് മാത്രം വേറിച്ച് അടിങ് കൊടുക്കാനാണെങ്കിൽ കമൻ്റ് ഇല്ല. അതല്ല, ഞാൻ ജനറലായിട്ട് എല്ലാം പറഞ്ഞല്ലോ. എന്തിനാ എന്നെ കൊണ്ട് പറയിപ്പിക്കണം? അത്തരം ശക്തികളെന്ന് പറയുന്നതാണ് കൂടുതൽ നല്ലത്. അതിന് പേരൊക്കെ പറയുന്നത് ചിലപ്പോൾ പറയുന്നവരുടെ നിലവാരത്തിൽ യോജിക്കില്ല. ഇതൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ നടക്കേണ്ടതല്ലേ? യൂണിഫോം ഉണ്ടെങ്കിൽ ആ യൂണിഫോമിന് വിരുദ്ധമാവാതെ ഒരു ചെറിയ ഒരു തട്ടം അല്ലെങ്കിൽ ഒരു തലപ്പാവ്, യൂണിഫോമിന് അനുസരിച്ച് തന്നെ ഒരു ചെറിയ തലപ്പാവ് അണിഞ്ഞാൽ എന്ത് പറ്റാനാണ്? പറയുന്ന അധ്യാപിക മുഴുവൻ തലപ്പാവ് അണിഞ്ഞിട്ടാണല്ലോ പറയുന്നത്. അതെങ്കിലും ഓർക്കണം. അത് മോശമായിപ്പോയി. വളരെ ഒരു അസഹിഷ്ണുതയുടെ ഒരു മകുടോദാഹരണമായിപ്പോയി. റിസൾട്ട് അവസാനം അവർ വിജയിക്കുകയും ചെയ്തു. അത് മോശമായി. അതിന് ഭരിക്കുന്ന ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു കേരളത്തിൽ. ഇതിനു മുമ്പ് ഉണ്ടായില്ല. ഇതിലൊരു അഭിഭാഷകയോട് തന്നെ കോടതി പറഞ്ഞ മുസ്ലിം കുട്ടികൾ ഹിന്ദു കുട്ടികൾ എന്ന് വേർതിരിച്ച് പരാമർശം നടത്തി. അങ്ങനെ സ്കൂളുകളിൽ കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്നാണ് കോടതി. ആ കോടതി പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. നമ്മളാരും പറയാറില്ലല്ലോ. എന്നിട്ട് കോടതി കയറി അത് പറഞ്ഞാൽ പിന്നെ കോടതിൻ്റെ ഇരുന്ന് അടി കിട്ടാതിരുന്നു. പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. സ്കൂളിൽ കുട്ടികളേ ഉള്ളൂ. ഇങ്ങനെ പറയാൻ തുടങ്ങി, കേരളത്തിൽ പറയാൻ തുടങ്ങി എവിടെ എത്തും? അഭിഭാഷകയാണെങ്കിലും ആരാണെങ്കിലും അത് കോടതി പറഞ്ഞതാണ് വളരെ കറക്റ്റാണ്. കുട്ടികളെന്ന് പറയാനുള്ള മാന്യതയെങ്കിലും കാണിക്കണം. അവരെ ജാതി തിരിച്ച് പറയാന്ന് പറഞ്ഞത് വളരെ മാത്രം ഏത് വക്കീലായാലും തിരക്കില്ല. അത് ഇന്ന വക്കീലാണ് നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. അതൊക്കെ വളരെ മോശമായ സമീപനം തന്നെ. അതൊക്കെ വേറെ കാര്യം. പറഞ്ഞതിനെ പറ്റിയാണ് ചോദിച്ചത്. നിങ്ങൾ അയിമ കൂടണ്ട പറഞ്ഞതിനെ പറ്റിയാണ് അഭിപ്രായം. മുഖ്യ സംഘടനകൾ ഇപ്പോൾ CPM ആയാലും കോൺഗ്രസ് ആയാലും ലീഗായാലും അങ്ങനെ മുഖ്യധാരയിലുള്ള കക്ഷികൾ ഒക്കെ ഇടപെടണം. മുഖ്യധാരയിലുള്ള കക്ഷികളൊക്കെ ഇടപെട്ട് ഇത്തരം വിഭാഗീയതയും വർഗീയതയും കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരായിട്ട് രംഗത്ത് വരണം. നല്ലതല്ല, വളരെ മോശമാണ്. ഇപ്പോൾ മലബാറിലേക്ക് വന്ന സ്കൂളൊക്കെ നടത്തുന്ന വേറെ ഭാഗങ്ങളല്ലേ. കേരളത്തിൻ്റെ കൾച്ചറിന് അത് യോജിക്കൂല. അതുകൊണ്ട് നമ്മൾ നിങ്ങളായാലും ഈ മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. കോടതി പറഞ്ഞത് കറക്റ്റാണ്. നമ്മളിവിടെ കുട്ടികളായിട്ട് കാണാം. എന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ നോക്കും വേണ്ട. ഞാൻ പറയില്ല, മനസ്സിലായില്ലേ? വക്കീൽ പറഞ്ഞിരിക്കും, പക്ഷേ ഞാൻ പറയില്ല. എന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ നോക്കും വേണ്ട. അതൊന്നുമില്ല. ഞങ്ങൾ ഇടപെടേണ്ട സമയത്ത് ഇപ്പോൾ ഇടപെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പരിതാപകരമായ അവസ്ഥ വരുമ്പോൾ പരാധീനത അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഇടപെടൂല എന്ന് പറഞ്ഞാൽ പിന്നെന്തിനാ ഞങ്ങൾ ഇടപെടും. പക്ഷേ രംഗം വഷളാക്കാൻ വേണ്ടി രീതിയിൽ എണ്ണ വയ്ക്കാൻ വേണ്ടി ഞങ്ങളുണ്ടാവില്ല.
അതാണ് ഞങ്ങളത് നോക്കിയത്. ഇതിലൊരു നിയമത്തിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. മുമ്പത്തെ ഒരു കേരള എന്ന് പറയുന്ന കോർട്ടിന്റെ ഓർഡർ എടുത്ത് പിടിച്ചാണ് സ്കൂൾ പറയുന്നത് സ്കൂളിലാണ് അതിന്റെ പൈലന്റെ അധികാരം. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ കേരളത്തിൽ ഒരു ഗീവ് ആൻഡ് ടേക്ക് ആയിട്ടാണ് പോകുന്നത്. നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേറൊരു ചോദ്യം വരും, ഭരണഘടനയാണോ വലുത്, ബൈലോ ആണോ വലുത്? അതൊക്കെ പിന്നെ നമ്മൾ ഡിബേറ്റ് ചെയ്യേണ്ട പോയിന്റാണ്. അതൊക്കെ ഒരു ഗീവ് ആൻഡ് ടേക്കിൽ പോകുമ്പോഴേ അത് ഒരു സഹിഷ്ണുതയുടെ ഉദാഹരണമാകും. കോടതി വിധിക്കെതിരെ പിന്നീട് സർക്കാരിന്റെ ഭാഗത്ത് നടപടി മറ്റൊരു കക്ഷി ഭാഗത്ത് ഒരു അപ്പീൽ പോകുന്ന സാധ്യത ഉണ്ടായതായിട്ട് കാണുന്നില്ല. സമീപനം വന്നതായിട്ടില്ല. അങ്ങനെ താങ്കൾ ഉത്തരവുണ്ടായെങ്കിൽ തന്നെ അതിലൊരു അപ്പീൽ പോകാനോ അല്ലെങ്കിൽ അത് നിയമജ്ഞന്മാർ നോക്കട്ടെ. കേരളത്തിൽ ഇതൊരു പ്രോബ്ലം ആയിട്ടേ ഇല്ല. കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഇവിടെ ഏത് മാനേജ്മെൻ്റ് ആണെങ്കിലും എല്ലാ ജനവിഭാഗങ്ങളും പഠിക്കുകയും അവിടുത്തെ അന്തരീക്ഷത്തിൽ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, ഇവിടെ എല്ലാവരും ഒരു മതേതര കാഴ്ചപ്പാടിലെല്ലാം ഭദ്രമായ നിലയിൽ പോകുന്ന ഒരു സ്റ്റേറ്റാണിത്. അവിടെ വിഭാഗീയ വർഗീയത പ്രോത്സാഹിപ്പിക്കരുതെന്നേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ അയിമങ്ങനെ കൂടിയിട്ട് എൻ്റെ അടുത്ത് കൂടുതൽ ഉത്തരം കിട്ടൂല. കോൺഗ്രസിനെ കോർണർ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് അതല്ല ഇവിടുത്തെ പ്രശ്നം. കോൺഗ്രസിനെ കോർണർ ചെയ്യലല്ല. അത് ചില ഈ പ്രശ്നം ഊതി വീർപ്പിക്കണ പോലെ ചിലവരുടെ ആവശ്യം അതാണ്. അതിനു വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത് തന്നെ. കോൺഗ്രസിനത് കുറച്ച് അസൗകര്യമായ വിഷയമാണ് എന്ന് കാണുമ്പോൾ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി വർഗീയത ഊതി വീർപ്പിക്കണമല്ലോ ഇതിൻ്റെ ഇടയിൽ. അത്തരം ചോദ്യങ്ങൾക്ക് കൂടുതൽ എൻ്റെ അടുത്ത് ഉത്തരം കിട്ടില്ല. ഇവിടെ നമ്മളെ വിഭാഗീയ വർഗീയത ഉണ്ടാവരുത് എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ മന്ത്രി ഈ വിഷയത്തിൽ ഒരുപാട് പ്രാവശ്യം വാർത്താ മാധ്യമങ്ങളെ കണ്ടു. പലവട്ടം അദ്ദേഹത്തിന്റെ ഒട്ടും മുന്നോട്ട് പോയില്ല. അതിനുള്ളൊരു കാരണം ഈ സ്കൂളുകൾക്കുള്ള ഒരു അതിര് കടന്ന അവകാശങ്ങളാണോ അവർക്ക് മാനേജ്മെന്റുകൾക്കുള്ള? അല്ല, അതൊന്നും അങ്ങനെ ജനറലൈസ് ചെയ്ത് ഉത്തരം പറയാൻ കഴിയാതെ ഈ വിഷയത്തിൽ ആവശ്യമായ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിൽ ഇത്തരം അസഹിഷ്ണുത പ്രോത്സാഹിപ്പിക്കപ്പെടരുത്. അതിൽ മുഖ്യധാര രംഗത്തുള്ള എല്ലാവരും അതിൽ ബോധവാന്മാരാവണം. അതാണ് സമൂഹത്തിനോട് പറയാൻ നല്ലത്. വിഭാഗീയത ഉണ്ടാക്കാൻ നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വിഭാഗീയത വർദ്ധിപ്പിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ആ വിഷയം നമുക്ക് അയിമ ക്ലോസ് ചെയ്യാം. എല്ലാ വിഷയങ്ങളിലും വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെയും മുസ്ലിം കമ്മ്യൂണിറ്റിയും ഒക്കെ വല്ലാതെ ആക്രമിക്കുന്നുണ്ട്. നേരത്തെ ചുങ്കത്തലയിൽ തുടങ്ങിയപ്പോൾ അദ്ദേഹം അത് ശീലമാക്കിയിരിക്കുന്നു. അത് കേരളത്തിൽ ഒട്ടും ചർച്ചയാകുന്നില്ലല്ലോ. ആരോട്ട് കാര്യമായിട്ട് എടുക്കുന്നുമില്ല. പിന്നെന്ത് ഞങ്ങളായിട്ട് ഇനിയിപ്പോൾ വെറുതെ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല, പ്രതികരിച്ച് ഇതാക്കേണ്ട കാര്യമില്ലല്ലോ. ആയിക്കോട്ടെ. അല്ല, അതെ, ശബരിമല പോലുള്ള വിഷയങ്ങളുണ്ട്. ശബരിമല പോലുള്ള വിഷയങ്ങളുടെ ഇടയിൽ ചർച്ച വഴിമാറ്റാൻ വേണ്ടി ഈ ഓണാഘോഷം നടക്കുന്നിടയിൽ പൊട്ടുകച്ചവടം നടത്തുന്ന പോലെ പല ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലൊക്കെ പ്രതികരിച്ച് വിഷയങ്ങൾ ഡൈവേർട്ട് ചെയ്ത് പോകേണ്ട കാര്യമില്ല. മലപ്പുറം സംസ്ഥാന സ്കൂൾ ചാമ്പ്യന്മാരാണ്. ഇപ്പോൾ കായിക മേഖലയിലൊക്കെ ഇങ്ങനെ ആകെ താളം തെറ്റിയൊരു അവസ്ഥയാണ്. കാരണം മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് മാത്രമല്ല സംസ്ഥാനത്താകെ. അല്ല, ഞാൻ ആ വിഷയം പഠിച്ചിട്ട് പറയാം. എന്താ നോക്കിയിട്ട് പറയാം കേട്ടോ. ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പം 1-2 പേര് ഇപ്പം ഒരാൾ അറസ്റ്റിലായി, 2-3 പേര് സസ്പെൻഷനിലൊക്കെ ഉണ്ട്. പക്ഷേ അത് മുന്നോട്ട് ഇനി കൂടുതൽ പേരിലേക്ക് പോകില്ല എന്ന് പറയുന്നു. പക്ഷെ അതിന്റെ ഡെപ്ത് കൂടുതലാണ്. അപ്പൊ അതിലൊരു ശക്തമായ അന്വേഷണം വേണമെന്ന് UDF സമരം നടത്തിയതിന്റെ അപ്പുറത്തേക്ക് UDF ഒരു പരിധി കഴിഞ്ഞാൽ മുന്നോട്ട് വരുന്നില്ല. അതിന്റെ ആഴത്തിൽ പഠിച്ച് രംഗത്ത് വരുന്നോന്ന് അറിയില്ല. അല്ല, UDF അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ വമ്പിച്ച ജനാവലിയായിരുന്നു. ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. മലപ്പുറത്ത് ബഹുമാനപ്പെട്ട സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം. ഇന്ന് പന്തളത്ത് വലിയ സമാപനമാണ്. UDFിൻ്റെ പ്രക്ഷോഭത്തിൻ്റെ അടുത്ത ഘട്ടം ഞങ്ങൾ ആലോചിക്കും. ഇതിൻ്റെ ആഴം എത്ര ഉണ്ട് എന്നുള്ളത് മുങ്ങി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇന്ന് പോറ്റി പറഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി മുങ്ങാനുണ്ട്, ഒരുപാട് ആഴമുണ്ട് ഈ കയത്തിന്, അതിൽ പോയി കുറച്ചും കൂടി പിടിച്ചുകൊണ്ട് വരാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ആഴം എത്ര എന്നുള്ളത് ഞങ്ങൾക്കെല്ലാം ആർക്കും മനസ്സിലായില്ലല്ലോ. അതിന് അടുത്ത കുറ്റപത്രം വരുമ്പോഴേ അറിയുള്ളൂ. അത് പക്ഷേ വമ്പിച്ച ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണോ പലതും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ സെൻസിറ്റീവായ വിഷയങ്ങളിൽ വാർത്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കണമെന്ന് അറിഞ്ഞൂടാ. വിദ്യാഭ്യാസം ശക്തമായി പ്രതികരിക്കുമ്പോൾ പോലും ആ കുട്ടി ഇപ്പോൾ TC വാങ്ങി പോകണം. അതിനെ തടസ്സം നിൽക്കാനോ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കാണാനോ വിദ്യാഭ്യാസ വകുപ്പിന് ഇതുവരെ സാധിച്ചിട്ടുമില്ല. അതിനെങ്ങനെയാണ്? ഞാൻ പ്രതികരിച്ച് കഴിഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, ഭരിക്കണ ഗവൺമെൻറ് കുട്ടിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു. ശിവൻകുട്ടി വ്യക്തിപരമായി ഒരു സ്റ്റാൻഡ് എടുത്തു, അദ്ദേഹം നല്ല പ്രസ്താവന കൊടുത്തു, അതൊക്കെ ശരി. പക്ഷെ കുട്ടി സംരക്ഷിക്കപ്പെട്ടില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്.
തെങ്ങുന്ന് വീണു, ഒന്നും പറ്റിയില്ല, പക്ഷെ തല പോയി എന്ന് പറഞ്ഞാൽ കുട്ടി സംരക്ഷിക്കപ്പെട്ടില്ലല്ലോ. കുട്ടിയുടെ വിദ്യാഭ്യാസ അവകാശം പോയി. കുട്ടി ഇനി വേറെ സ്കൂൾ നോക്കണം. ഓപ്പറേഷൻ സക്സസ്, പക്ഷെ രോഗി മരിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. പലരും മുമ്പുള്ളതുപോലെ മുന്നണി വിരുദ്ധ സഖ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ? ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം പരപ്പനങ്ങാടിയിൽ ഒരു പ്രമേയം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഒരു വാർഡ് ലീഗിന് വേണമെന്ന് പറഞ്ഞിട്ട് ലീഗിന് ഒരു പ്രമേയം പരസ്യമായി എല്ലാം അണ്ടർ കൺട്രോളാണ്. ഡോണ്ട് വറി, നോക്കാം നമുക്ക്. ശരി, ഇത്ര മതി. നിങ്ങൾ ആയത്തിലുള്ളത് വരട്ടെ. ശരി, നല്ലോണം നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ സ്വന്തം ചെമ്മാട് സെപ്റ്റംബർ 30 വരെ വമ്പൻ ഓഫറുകളോട് കൂടി വെഡിംഗ് ഫെസ്റ്റിവൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം? അതെ, സ്വർണ്ണാഭരണങ്ങൾ ഓഫർ പ്രൈസിൽ സ്വന്തമാക്കാൻ ഒരവസരം ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്നു. ഇനി നിങ്ങളുടെ വെഡിംഗ് ഫംഗ്ഷൻ ആവട്ടെ, ആകർഷകമായ ഓഫറുകളോട് കൂടി ആഭരണങ്ങൾ സ്വന്തമാക്കാൻ കഴിയും. സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ വെറും 149 രൂപ മുതൽ പണിക്കൂലി, 999 രൂപ മുതൽ 1 പവൻ ബുക്കിംഗ് സൗകര്യം. നിങ്ങളുടെ ഓരോ പർച്ചേസിനും സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺസ്, 100% HUID ആഭരണങ്ങൾ, പണിക്കൂലി ഇല്ലാതെയും ബുക്കിംഗ് സൗകര്യം. തിരഞ്ഞെടുക്കുന്ന ഒരു വെഡിംഗ് കപ്പിൾസിന് വയനാട് റിസോർട്ട് സ്റ്റേ, വിശാലമായ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി ഇന്ന് തന്നെ ഷോപ്പ് വിസിറ്റ് ചെയ്യുകയോ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യും. ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ലൊക്കേഷൻ ബൈപ്പാസ് റോഡ്, ചെമ്മാട്, മലപ്പുറം.